മൈലേജ് ഷോർട്ടേജ് നന്നായിട്ടുണ്ട്. E20 പെട്രോൾ ഇറങ്ങിയ ശേഷം പല വണ്ടികളും വഴിയിലാവുന്നുണ്ട്. But it is not true as per my experience what I can tell you. 10,000 രൂപ ചിലവാക്കിയിട്ട് ഇപ്പോഴും ആ മൈലേജ് കിട്ടുന്നില്ല തിരിച്ച്. E20 പെട്രോൾ വാഹന ഉടമകൾക്കുണ്ടാക്കുന്ന പ്രയാസങ്ങളും നഷ്ടങ്ങളും എത്രമേൽ തീവ്രമാണ്, ഗുരുതരമാണ് എന്ന് അന്വേഷിക്കുന്ന സി ടൈംസ് E20യിൽ പെട്ടവരെന്ന അന്വേഷണ പരമ്പര ഇപ്പോൾ തിരുവനന്തപുരത്ത് പട്ടത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരായ അല്ലെങ്കിൽ വാഹന ഉടമകൾക്ക് എന്താണ് E20 പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം, അഭിപ്രായമെന്ന് വിശദമായി കേൾക്കുകയാണ്. മാത്രമല്ല E20 പെട്രോൾ വിഷയത്തെക്കുറിച്ച് സാധാരണക്കാർ എത്രമേൽ ബോധവാന്മാരാണ് എന്ന് കൂടി പരിശോധിക്കുകയാണ് അല്ലെങ്കിൽ അന്വേഷിക്കുകയാണ് ഇന്ന്. E20 പെട്രോൾ അടിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും പ്രയാസമുണ്ടോ? മൈലേജ് ഷോർട്ടേജ് നന്നായിട്ടുണ്ട്. പണ്ടടിക്കുന്നതിന് ഒരുപാട് ടൈംസ് ഒരാഴ്ച തന്നെ 2-3 തവണ അടിക്കേണ്ടി വരുന്നുണ്ട്. വണ്ടി സർവീസ് ചെയ്തിട്ടും അത് അങ്ങനെ തന്നെ കാണിക്കുന്നു. വണ്ടിക്ക് മിസ്സിങ് വരുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. ബുദ്ധിമുട്ട് തന്നെയാണ്. സർക്കാരിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? E20 പെട്രോളിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്കൊരു നല്ല അഭിപ്രായമില്ല, സത്യമായിട്ടും പറയാം. കാര്യം മേ ബി ഞാൻ ഈ വണ്ടി എടുത്തിട്ട് 3 വർഷമായിട്ടുള്ളൂ. എന്തായാലും പണി കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കണേ. ഞാനൊരു ടെക്നീഷ്യനാണ് ബുള്ളറ്റിൻ്റെ. അതിൽ വരുന്ന ഇപ്പോൾ 80% വണ്ടികൾക്കും പ്രശ്നം തന്നെയാണ്. അത് ഒന്നാമത്തെ കാര്യം, അതിനകത്തുള്ള ഒരു ചെറിയൊരു നീഡിലുണ്ട്, ഫ്ലോട്ട് നീഡിൽ. അതിന് റബ്ബർ കൊണ്ടാണ് അത് കൊണ്ടുവരുന്നത് എൻഡ്. അപ്പോൾ അത് തീർച്ചയായും പെട്രോൾ വീഴാൻ നേരത്ത് അത് കത്തി അതായത് ഒരുമാതിരി പശ പോലത്തെ സാധനം വന്ന് പ്രശ്നം വരാറുണ്ട്. അത് 100% പ്രശ്നമാണ്. E20 പെട്രോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇറക്കാതിരിക്കണം നല്ലത്. മൈലേജും പോവും, വണ്ടിയും പോവും. പിന്നെ ഈ പൈസകളെല്ലാം കൊടുത്ത് കസ്റ്റമറല്ല വണ്ടി ഓടിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കാനല്ലേ. വഴിയിൽ നിന്ന് പോകുന്ന ഒരുപാട് വണ്ടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തീർച്ചയായും പറയുന്നത്. കാഴ്ച അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് അറിയാം. കാഴ്ച പ്രത്യേകിച്ചും വർക്ക്ഷോപ്പുകാർക്ക് E20 പെട്രോൾ ഇറങ്ങിയ ശേഷം പല വണ്ടികളും വഴിയിലാവുന്നുണ്ട്. ഇപ്പോഴും ഒരു ഗ്യാസ് കഴിഞ്ഞതേ ഉള്ളൂ. E20 പെട്രോൾ കാരണം ഓവർഫ്ലൈ പോകുന്ന വണ്ടി 2-3 ദിവസം വണ്ടി വെച്ചേക്കെങ്കിൽ അത് കാർബറ്റ് കൂടി ഓവർഫ്ലൈ പോയിക്കൊണ്ട് ഈ പെട്രോൾ. ഇതാണ് പ്രശ്നം. No, I have 3 vehicles, 1 car, 1 motorcycle when purchased 2009, and this vehicle is 2017 purchase. But I never felt any problem, any issues like that. What they are these days in social media, I have seen lots of news coming like that. But it is not true as per my experience. What I can tell you. Have you any political affiliation? Not at all. Not at all. Where are you from? I am from Bihar, Patna actually. Belongs to Patna. Yes. It is a wrong campaign? I think so. It is wrong campaign because actually since I am using last 20 years vehicle, not a single problem I faced in my bike, motorcycle. Then how I can validate it is okay? I think it is wrong campaign. അത് അത്യാവശ്യം വണ്ടിയുടെ മൈലേജിനെ ബാധിക്കും. അതുപോലെ തന്നെ ഇറങ്ങുന്ന വണ്ടി ഇപ്പോൾ പുതിയ വണ്ടികളിൽ E20യുടെ ഇതുള്ളൂ. പഴയ വെഹിക്കിളിൽ അതിൻ്റെ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഇനി ഇറങ്ങുന്ന വണ്ടിയുടെ മൈലേജിനെ അതുപോലെ തന്നെ എഞ്ചിനെ അത് പ്രധാനമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. E20 വന്നതിന് ശേഷം മൈലേജ് കുറയോ മറ്റു വല്ല പ്രശ്നമുണ്ടോ? മൈലേജ് കുറയുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 5 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം വെച്ചാൽ 40 കിട്ടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് ഇപ്പോൾ ഒരു 35 കിട്ടുന്നുള്ളൂ. പിന്നെ കമ്പാരിറ്റീവ്ലി വണ്ടിക്ക് കംപ്ലൈൻറ്റ് വന്നു തുടങ്ങിയ ഡൗട്ടും ഉണ്ട്. അതൊരു വേറെ വിഷയമാണ്. അപ്പോൾ മിസ്സിംഗ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതായത് നിർത്തുന്ന വണ്ടി മിസ്സിംഗ് ഉണ്ട്. നിർത്തുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവുന്നുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഹീറോയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? എന്നെന്താ പറയാനുള്ളത്, അതങ്ങ് മതിയാക്കുക. പഴയതുപോലെ എത്രയേ ഉള്ളൂ. വേറെ അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടി 2020 മോഡലാണ്. ഹോണ്ട 125 മോഡലായിരുന്നു. അന്ന് 75 വരെ മൈലേജ് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് എനിക്ക് 50-60 കേട്ടായി. ഞാൻ ഇടയ്ക്ക് വെച്ച് ടാങ്ക് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ക്ലീൻ ചെയ്തു. ഒരുപാട് ചിലവ് വന്നു. ആ ഫ്യൂൽ ഇഞ്ചിൻ്റെ അതിൻ്റെ ഫംഗസ് കയറി അതെല്ലാം അടഞ്ഞു. 10,000 രൂപ ചിലവാക്കിയിട്ട് ഇപ്പോഴും ആ മൈലേജ് കിട്ടുന്നില്ല തിരിച്ച്. ഇത് E20 കൊണ്ടാണ് എന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു മെക്കാനിക്കും കൂടെയാണ്. മെക്കാനിക്ക് ഉണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ ആ പെർഫോമൻസ് എനിക്ക് അറിയാമായിരുന്നു. ഇപ്പം നമുക്കൊരു പെർഫോമൻസ് ഇല്ലാത്ത ഒരു ചത്ത വണ്ടി പോലെ ആയിപ്പോയി. പുതിയ വണ്ടിയാണ്, 4 വർഷമായേ ഉള്ളൂ. പുള്ളിങ് ഒക്കെ കുറഞ്ഞോ? പുള്ളിയും കുറഞ്ഞു. ഒരുപാട് കുറഞ്ഞ് മൈലേജ് പോയി കിട്ടി. മൈലേജ് പോയിട്ട് എന്താ 75 വരെ കിട്ടുമായിരുന്നു എടുത്ത സീസണിൽ. അവർ 80 to 80 ആയിരുന്നു
ആ കമ്പനിയുടെ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ 80,000 രൂപ വിലയും 80 മൈലേജ് ആയിരുന്നു. പക്ഷേ അതിനനുസരിച്ച് 75 കിട്ടുമായിരുന്നു ആ എടുത്ത സീസണിൽ. ഇപ്പോഴെനിക്ക് അതൊരു ഒരു ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പണ്ട് ലാമ്പി ഓടിക്കണ പോലെ ആയിപ്പോയി. ലാംബട്ടറി ഞാൻ ഉപയോഗിച്ചിരുന്ന വ്യക്തിയാണ്. ലാമ്പി ഓടിക്കണ എത്ര മൈലേജ് എന്നറിയാലോ, 25-20 അതേപോലെ ആയി. പ്രശ്നം തുടങ്ങിയത് എപ്പോഴും മുതലാ? ഇപ്പം എനിക്ക് തുടങ്ങിയപ്പോൾ ഒരു 8 മാസം കൊണ്ട് ഇനി മുന്നോട്ട് വന്ന് അത് കുറച്ച് വന്നിട്ട് ഇപ്പം ഏകദേശം 2 മാസം കൊണ്ട് രൂക്ഷമായി. ഇപ്പോൾ ഒരു 45 ആ റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈൻഡറ്റ് കൊണ്ട കിട്ടണം ആ മൈലേജ് എനിക്കിപ്പോൾ കിട്ടണുള്ളൂ. ആ വണ്ടി ഇപ്പോൾ എടുക്കാറുമില്ല. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? പറഞ്ഞാൽ എനിക്ക് ആ ഫീൽ ഇഞ്ചക്ഷനൊക്കെ അത് ഇളക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. കംപ്ലീറ്റ് ഒരുമാതിരി ഫംഗസ് പിടിക്കണ പോലെ, ഒരു സിമ്പൻ്റ് പിടിക്കണ പോലെ ആയിപ്പോയി. സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാരിന് നമ്മൾ കേരള സർക്കാരിന് ഒന്നും ചെയ്യാനില്ല. കേന്ദ്ര സർക്കാരിലെ വ്യക്തിപരമായുള്ള ഇതാണല്ലോ. കാരണം വ്യക്തിപരമായ ബിസിനസ്സായപ്പം കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്യില്ല. അവർ വ്യക്തിപരമായുള്ള ബിസിനസ്സിലേ നോക്കുള്ളൂ. നമ്മളെ പാവങ്ങൾ വണ്ടി നശിച്ചു പോയാലും കാര്യമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ടെക്നോളജി മാറി വരുമ്പോൾ അവരൊക്കെ കമ്പനിക്ക് ലാഭമാണ്. ഇപ്പോൾ ഫീൽഡ് ഇഞ്ചക്ഷൻ അതിൻ്റെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ഫീൽഡ് ഇഞ്ചക്ഷൻ അത് മാറ്റി വയ്ക്കുമ്പോൾ അതിന് ചിലവ് കൂടി. ഇപ്പോൾ ബുള്ളറ്റിന് നമുക്കിപ്പോൾ കാർബറ്റർ ഇറങ്ങി 3000 രൂപ കാർബറ്റർ. പഴയ കാർബറ്റർ ഇടുന്ന മൈലേജ് കിട്ടും. ഈ പെട്രോൾ ഇറങ്ങിയ ശേഷം പുതിയ കാർബറ്റർ ഇറങ്ങിയപ്പോൾ കമ്പനിക്ക് ലാഭമായി. E20 പെട്രോളിനെ കുറിച്ചുള്ള വാഹന ഉടമകളുടെ അഭിപ്രായവും അവരുടെ അനുഭവവുമാണ് നമ്മൾ വിശദമായി കേട്ടത്. ഈ കേട്ടതിനപ്പുറത്തേക്ക് E20 പെട്രോൾ എന്താണ് എന്നറിയാത്ത ഒരുപാട് പേർ നമുക്കിടയിൽ ഇപ്പോഴുമുണ്ട്. മാത്രമല്ല E20 പെട്രോൾ എന്താണെന്നൊക്കെ അറിയാം, പക്ഷേ നമ്മുടെ വാഹനങ്ങളിൽ പെട്രോൾ പമ്പിൽ നിന്ന് നിറയ്ക്കുന്നത് E20 പെട്രോൾ ആണ് എന്നറിയാത്ത ആളുകളും ഒരുപാടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം കേരളത്തിൽ നിന്ന് E20 പെട്രോളിനെതിരെ വലിയ പ്രക്ഷോഭമോ പ്രതികരണമോ ഉയരാത്തതും. E20യിൽ പെട്ടവരെന്ന സി ടൈംസ് അന്വേഷണ പരമ്പരയുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അതായത് വടക്കൻ കേരളത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര തിരുവനന്തപുരത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു. തുടർന്നും E20യുമായി ബന്ധപ്പെട്ട വാർത്തകൾ സി ടൈംസിൽ ഉണ്ടാകും. എല്ലാവരും സി ടൈംസിനൊപ്പം തുടരുക. യാത്രയിൽ കൂടെ കൂടിയവർക്ക് നന്ദി. തിരുവനന്തപുരത്ത് നിന്നും മുഹമ്മദ് ഷംസീർ, സി ടൈംസ്.